നമ്മൾ മൊബൈൽ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും നമ്മുടെ മൊബൈലിൽ അശ്ലീലമായിട്ടുള്ള പല വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്ന സമയത്തും അശ്ലീലമായിട്ടുള്ള സൈറ്റുകളിലൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് വളരെ ചെറിയൊരു വീഡിയോയിൽ ചെറിയൊരു സെക്കൻഡ് വെച്ച് ഞാനത് പറഞ്ഞുതരാം. മറ്റുള്ളവരുടെ മുന്നിലൊക്കെ വെച്ച് നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഫോട്ടോസോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള വീഡിയോസോ കണ്ട് നമുക്ക് നാണം കിടന്നതിലും നല്ലത് നമുക്ക് അതൊന്ന് ഒഴിവാക്കുന്നതാണ് അല്ലേ. അതിനായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ക്രോം ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോം ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ ഗൂഗിൾ ക്രോം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സെറ്റിംഗ്സുകൾ ഞാൻ കാണിച്ചു. അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സൈറ്റുകളൊക്കെ വരുന്നതും അതുപോലെ തന്നെ ഫോട്ടോസ് വരുന്നതും ഒഴിവാക്കാം. നിങ്ങൾ ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സെറ്റിംഗ്സ് പരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, കുറെ ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അതിൽ നമുക്ക് വേണ്ട ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അതിൽ വേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സബ് ഓപ്ഷൻസ് ആയിട്ട് കുറെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ആ ഓപ്ഷനിൽ നമുക്ക് വേണ്ടത്, നമുക്ക് കുറച്ച് താഴോട്ടേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സേഫ് ബ്രൗസിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതാണ് ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ അതിലും അടിപൊളിയാണ്, അതായത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അവിടെ സേഫ് ബ്രൗസിംഗിൽ വന്നു കഴിഞ്ഞാൽ 3 ഓപ്ഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഒന്ന് എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ ആണ്, അതായത് നല്ല സെക്യൂരിറ്റി, നല്ല പ്രൊട്ടക്ഷൻ ഉള്ളതാണ് പറയുന്നത്. രണ്ടാമത്തത് സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ, ഒരു മിനിമം പ്രൊട്ടക്ഷൻ മാത്രമേ സ്റ്റാൻഡേർഡിൽ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നു. മൂന്നാമത്തെ നോ പ്രൊട്ടക്ഷൻ ആണ്. നമ്മുടെ ഫോൺ എപ്പോഴും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾ എന്തിലായിരിക്കണം, എപ്പോഴും എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷനിലായിരിക്കണം. ഇത് ഗൂഗിൾ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ മൊബൈൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, എന്താണ് എൻഹാൻസ്ഡ് തന്നെ വേണം എന്നുള്ളത്. ഇത് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് യൂസ് സെക്യൂർ DNS. അനാവശ്യമായിട്ടുള്ള സൈറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ്, അനാവശ്യ ഫോട്ടോസ്, അശ്ലീല ഫോട്ടോസ് ഒക്കെ വരുന്ന ഒഴിവാക്കാൻ ആ സെക്യൂർ DNS ഒന്ന് എടുക്കുക. ആ സെക്യൂർ DNSൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് സെക്യൂർ DNS എന്ന് പറയുന്ന ഓപ്ഷൻ മേലെ കാണുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് ചൂസ് അനദർ പ്രൊവൈഡർ എന്ന് പറയുന്നുണ്ട്. മുകളിലുള്ള DNS ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ഫോൺ തന്നെ, നമ്മുടെ മൊബൈൽ ഏതാണോ അവർ തരുന്നതാണ്, അത് വേണ്ട. നമുക്ക് ചൂസ് അനദർ പ്രൊവൈഡർ എടുക്കാം. അവിടെ നമുക്ക് ഇവിടെ ഒരു ഏരോ മാർക്ക് കാണിക്കുന്നില്ലേ, നമുക്ക് ആ ക്ലൗഡ് ഫ്ലെയറിലാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അനാവശ്യ സൈറ്റുകളോ അതൊക്കെ കുട്ടികളെ കയ്യിലൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ ഏരോ മാർക്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3-4 ഓപ്ഷൻസ് വരും. കസ്റ്റമൈസ്ഡ് വരുന്നുണ്ട്, ഓപ്പൺ DNS വരുന്നുണ്ട്, ക്ലിയർ ബ്രൗസിംഗ് വരുന്നുണ്ട്, പിന്നെ ഗൂഗിൾ പബ്ലിക് DNS. അപ്പൊ നമുക്ക് വേണ്ടത് ഇവിടെ ക്ലീൻ ബ്രൗസിംഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ നിങ്ങൾ ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ ഏത് സൈറ്റിൽ നിങ്ങൾ പോകുന്ന സമയത്താണെങ്കിലും നിങ്ങൾ സേഫ് ആയിട്ട് ഫോൺ ഉപയോഗിക്കാം. അനാവശ്യമായിട്ടുള്ള ഫോട്ടോസ്, അശ്ലീല ഫോട്ടോസ് ഒന്നും വരില്ല.